إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കിലാബ് എന്ന് പറയുന്ന വ്യക്തി ജിഹാദിന് വേണ്ടി മദീനയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയുണ്ടായി. തൻ്റെ മകൻ തന്നെ വിട്ടു പോയതിൻ്റെ ദുഃഖത്താൽ കിലാബിൻ്റെ പിതാവ് ഉമയ്യ ബിനുൽ അസാക്കിറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏറെ ദുഃഖിച്ചു. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച കാണുമ്പോൾ തൻ്റെ മകൻ തന്നിൽ നിന്ന് അകന്നുപോയല്ലോ എന്ന് ആലോചിച്ച് കിലാബിൻ്റെ പിതാവും അതുപോലെ തന്നെ കിലാബിൻ്റെ മാതാവും ഏറെ ദുഃഖിച്ചു. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കിലാബിൻ്റെ ഉപ്പ ഉമയ്യ ബിനുൽ അസാക്കിർ എത്തുകയുണ്ടായി. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ തൻ്റെ സൈന്യത്തോട് കിലാബിനെ വീണ്ടും മദീനയിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. അങ്ങനെ കിലാബ് മദീനയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അല്ല, നിന്റെ ഉപ്പാക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണല്ലോ, എന്താണതിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു കൊടുക്കാറുള്ളത്.
ഉപ്പാക്ക് വേണ്ടി ഞാൻ ഒട്ടകത്തെ കറക്കാനൊരുങ്ങുമ്പോ ആ ഒട്ടകത്തിൻ്റെ അകിട് നന്നായി വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി അതൊക്കെ ഉണങ്ങി ഏറ്റവും നല്ല രൂപത്തിൽ ഒട്ടകത്തിൻ്റെ പാല് കറന്നെടുത്ത് ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു കിലാബിനോട് പറഞ്ഞു, എങ്കിൽ ഈ ഒരു പാത്രത്തിൽ കുറച്ച് പാല് നീ കറക്കുമോ നിന്റെ ഉപ്പാക്ക് വേണ്ടി? കിലാബ് കറന്നു കൊടുത്തു. ഉമയ്യന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആ കറന്നെടുത്ത പാലുമായി കടന്നു ചെന്നു. മകൻ ഇവിടെ വന്ന വിവരം അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചില്ല. ആ പാല് കുടിക്കാൻ കൊടുത്ത് തൻ്റെ വായിലേക്ക് ആ പാലടുപ്പിക്കുമ്പോ കിലാബിന്റെ ഉപ്പ പറഞ്ഞു, ഇന്നി അജിദു റീഹ കിലാബ്, ഞാൻ എൻ്റെ മകൻ കിലാബിന്റെ വാസനയുടെ അനുഭവിക്കുന്നു എന്നാണ്. ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവും അത് കണ്ടു നിൽക്കുന്ന ആളുകൾ മുഴുവനും കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിലാബിനെ തൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചയച്ചു, അവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി കൽപ്പിച്ചു. ഞാനിത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് മക്കളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ഒരു സ്ത്രീ തൻ്റെ 2 പെൺകുട്ടികളുമായി ഇവിടെ കടന്നു വന്നിരുന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചപ്പോ നമ്മുടെ വീട്ടിലുണ്ടായ 3 ഈത്തപ്പഴങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു. ആ ഓരോ ഈത്തപ്പഴങ്ങളും കുട്ടികൾക്ക് അവർ വീതിച്ചു നൽകി. 3-ാമത്തെ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി ആ സ്ത്രീ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് തൻ്റെ മക്കൾ ഉമ്മയെ നോക്കുന്നത്. 3-ാമത്തെ ഈത്തപ്പഴം 2 കഷ്ണങ്ങളാക്കി ഛേദിച്ച് തൻ്റെ മക്കൾക്ക് വീതം വെച്ചു എന്നാണ്. നമ്മേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മളെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ അല്ലാഹു നിശ്ചയിച്ച സബബാണ്, കാരണമാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് കടമകളുണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ ആരെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. സൂറത്തു നിസാഇന്റെ 36-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന കൽപ്പനയുടെ കൂടെ അള്ളാഹു ചേർത്തു പറഞ്ഞ വിഷയമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നുള്ളത്. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നബിയെ പറയുക, നിങ്ങൾ വരിക, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കാം. അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. ശേഷമുള്ള കൽപ്പന എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നതാണ്. സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്താണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു അവനെയല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുതെന്ന്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവർ ഒരാളോ അല്ലെങ്കിൽ അവർ 2 പേരോ നിന്റെ അടുക്കൽ വാർദ്ധക്യ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത്, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്, അവരോട് നീ മാന്യമായ രൂപത്തിൽ സംസാരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർ 2 പേർക്കും കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കുക. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റബ്ബേ അവർ 2 പേരും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണേ എന്ന്. സൂറത്തുൽ ഇസ്രാഇന്റെ 23-24 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നന്ദി ചെയ്യണം, തന്നോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്, നന്ദി കാണിക്കണമെന്നാണ്. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ
വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഞാൻ വസിയത്ത് നൽകിയിരിക്കുന്നു. അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. അവൻ്റെ മുലകുടി പ്രായമാകട്ടെ 2 വർഷവുമാണ്. അതുകൊണ്ട് അവൻ എനിക്ക് നന്ദി കാണിക്കട്ടെ. നമുക്ക് മാതാപിതാക്കളെ നൽകിയ റബ്ബിനാണ് ഒന്നാമത്തെ നന്ദി. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന റബ്ബിന് നന്ദി കാണിക്കണം. അതിൻ്റെ കൂടെ അള്ളാഹു പറഞ്ഞു വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. ഇലയ്യൽ മസീർ, എന്നിലേക്കാകുന്നു മടക്കമെന്നാണ്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത് വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാരൻ അസിയാ. അദ്ദേഹം തന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം നിഷ്ഠൂരനോ അനുസരണം കെട്ടവനോ ആയിരുന്നില്ല. മഹാനായ ഈസാ അലൈഹിസ്സലാം ചെറിയ കുട്ടിയായ സമയത്ത് ജനിച്ച ഉടനെ സംസാരിച്ച വാക്കുകളിൽ നമുക്ക് കാണാം വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാരൻ ശഖിയാ. എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നെ അള്ളാഹു തആല അഹങ്കാരിയോ നിഷ്ഠൂരനോ ഭാഗ്യം കെട്ടവനോ ആക്കിയിട്ടില്ല എന്നാണ്. സൂറത്തു മറിയമിന്റെ 32-ാമത്തെ ആയത്താണ്. പണ്ഡിതന്മാര് പറയുന്നത് മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകൾ, അവരെ ധിക്കരിക്കുന്ന ആളുകൾ, അവരെ അവഗണിക്കുന്ന ആളുകൾ, അവരാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. അവർ അഹങ്കാരികളും ധിക്കാരികളുമാണ്, ക്രൂരന്മാരാണവർ. കാരണം മാതാപിതാക്കളോട് പോലും ഒരാൾക്ക് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി വേറൊരാളോടും അയാൾക്ക് നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയില്ല. നമ്മുടെ ജന്മത്തിന് കാരണമായി തീർന്ന, എല്ലാ അർത്ഥത്തിലും നമുക്ക് ഏറ്റവും അധികം കടമകളുള്ള, ഒരിക്കലും വിച്ഛേദിക്കാൻ കഴിയാത്ത ബന്ധമാണ് നമുക്ക് മാതാപിതാക്കളോടുള്ളത്. അനിവാര്യമായ ഘട്ടങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹമോചനത്തിൽ ഏർപ്പെടുന്ന ഘട്ടങ്ങൾ ഇസ്ലാമിലുണ്ട്. ത്വലാഖ് എന്ന് പറഞ്ഞ അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. അനിവാര്യമായ ഘട്ടങ്ങളിൽ അനുവദിച്ച കാര്യമാണത്. എന്നാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു രൂപവും ഒരു രീതിയും ഇസ്ലാമിലില്ല. അവർ ഇനി മുശ്രിക്കുകളാണെങ്കിലും ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ദുനിയാവിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിഗ്രഹാരാധകനായ, വിഗ്രഹ നിർമ്മാതാവായ, ബഹുദൈവ വിശ്വാസികളുടെ നേതാക്കളിൽപ്പെട്ട ഒരാളായ തൻ്റെ പിതാവ് ആസറിനോട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രബോധനം സൂറത്തു മറിയമിൽ നമുക്ക് കാണാം. 4 പ്രാവശ്യം നമുക്കിവിടെ കാണാം യാ അബത്തി എന്ന പ്രയോഗം. യാ അബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നല്ല, എൻ്റെ പൊന്നുപ്പ എന്നുള്ള സ്നേഹം കലർന്ന വിളിയാണത്. യാ അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നാണ്. മുശ്രിക്കായ പിതാവിനെ പോലും യാ അബത്തി എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുന്നത്. തന്നെ വീട്ടിൽ നിന്ന് കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴും സലാമുൻ അലൈക്ക്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. താങ്കൾക്ക് വേണ്ടി അള്ളാഹിനോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുമെന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്. പക്ഷേ ബഹുദൈവ വിശ്വാസികൾക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ലെന്ന കൽപ്പനയുണ്ടായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം മുശ്രിക്കുകളായ പിതാക്കളോട്, മാതാക്കളോട് പോലും വിശ്വാസികളായ മക്കൾക്ക് കടമയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ വഖത്തിന് നിർവഹിക്കുക. ഖാല സുമ്മ അയ്യു, പിന്നെ അദ്ദേഹം പറയാൻ ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ് എന്ന്. ഖാല സുമ്മ ബിർറുൽ വാലിദൈൻ, നബി പറഞ്ഞു പിന്നീട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ഖാല സുമ്മ അയ്യു, പിന്നെ ഏതാണ്? ഖാല
അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാകുന്നു. അഥവാ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 527 ഹദീസ്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഅദനഹു ഫിൽ ജിഹാദ്, ജിഹാദിന് വേണ്ടി, യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പെർമിഷന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഫഖാല അഹയ്യും വാലിദാക്, നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, അപ്പോൾ അയാൾ പറഞ്ഞു, അതെ, എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. നബി പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, അവിടെ പോയി ജിഹാദ് ചെയ്തവ, അവരെ പരിചരിക്കലാണ് നിന്റെ ജിഹാദ് എന്നാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്, അവരെ ധിക്കരിക്കുക എന്നുള്ളത്. ദുനിയാവിൽ തന്നെ അള്ളാന്റെ അദാബിറങ്ങാവുന്ന പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ മറ്റുവല്ല പ്രതിഫലവുമുണ്ടോ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ മക്കളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ കഴിയൂ എന്നാണ്. 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് നമ്മുടെ മക്കൾ കണ്ടു വളരുമ്പോൾ സ്വാഭാവികമായി അവരത് മാതൃകയാക്കും. മറ്റൊന്ന്, ഇനി അവർ കണ്ടാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്തത് തിരിച്ചു ലഭിക്കുമെന്നാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തിച്ചതുപോലെ തന്നെ തിരിച്ചടിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുക. വൻപാപങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാനും അവർക്ക് പുണ്യം ചെയ്യാനും, മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി സ്വതക്ക നൽകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ പറഞ്ഞു, ഇന്നി ഖതബ്തു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെ വിവാഹം അന്വേഷിച്ചു. ഫഅബത് അൻ തൻകിഹനി, എന്നാൽ എന്നെ വിവാഹം കഴിക്കാൻ അവൾ വിസമ്മതിച്ചു. വഖതബ ഗൈരി, ഞാനല്ലാത്ത വേറൊരാൾ വന്ന് വിവാഹം അന്വേഷിച്ചപ്പോൾ അവൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതെനിക്കിഷ്ടപ്പെട്ടില്ല. ഞാനൊരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചപ്പോൾ അവൾ അതിന് തയ്യാറായില്ല, വിവാഹത്തിന് തയ്യാറായില്ല. എന്നാൽ മറ്റൊരാൾ അവളെ വിവാഹം അന്വേഷിച്ചപ്പോൾ അവൾ ആ വിവാഹത്തിന് തയ്യാറാവുകയും ചെയ്തു. എനിക്ക് അവളോട് ദേഷ്യം വന്നു. അങ്ങനെ ഫഖതൽതുഹാ, ഞാൻ അവളെ കൊന്നു. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒരു സ്ത്രീ അന്യായമായി കൊന്നതിന് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത്, ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അയാൾ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജൽ, എങ്കിൽ നീ അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. വതഖറബ് ഇലൈഹി മസ്തതഅത്, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ നീ അല്ലാഹുവിങ്കലേക്ക് ഇബാദത്തുകളും മറ്റും ചെയ്ത് അടുക്കുക, അതല്ലാതെ വേറെ പരിഹാരമില്ല എന്നാണ്. അങ്ങനെ മഹാനായ അതാ ഇബ്നു യസാർ അദ്ദേഹം പറയാണ്, ഇയാൾ പോയതിന് ശേഷം ഞാൻ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാതാവിന് തൻ്റെ ഉമ്മക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കർമ്മവും ഉള്ളതായി എനിക്കറിയുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ വലിയുകളായി മാറണമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും തൃപ്തിയും നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, 3 ആളുകൾ രാത്രി യാത്ര ചെയ്തു. യാത്രക്കിടയിൽ ഇരുട്ടായപ്പോ, ആ യാത്രക്കിടയിൽ രാത്രിയായപ്പോ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ വലിയൊരു പാറക്കല്ല് വന്ന് ഗുഹാമുഖം അടഞ്ഞു. 3 പേരും ശക്തമായി തള്ളി നോക്കിയിട്ടും അല്പം പോലും പാറക്കല്ല് അനങ്ങിയില്ല. അവർ പറഞ്ഞു, നമ്മൾ ചെയ്ത അമലുകൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ വ്യക്തി പ്രാർത്ഥിച്ചെന്താ? അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാൻ. അല്ലാഹുവേ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെക്കാൾ ഞാൻ ആർക്കും പ്രാധാന്യം നൽകിയിരുന്നില്ല. അവർക്ക് ഭക്ഷിപ്പിച്ചതിന് ശേഷമല്ലാതെ ഞാൻ എൻ്റെ മക്കളെ ഭക്ഷിപ്പിക്കാറില്ല. അവർക്ക് കുടിപ്പിച്ചതിന് ശേഷമല്ലാതെ എൻ്റെ കുടുംബത്തെ ഞാൻ കുടിപ്പിക്കാറില്ല. ഞാൻ എൻ്റെ ജോലിയും മറ്റും കഴിഞ്ഞ് വന്ന് പാല് കറന്ന് അവർക്ക് കൊടുക്കും, എന്നിട്ടേ എൻ്റെ ഭാര്യക്കും മക്കൾക്ക് കൊടുക്കുള്ളൂ. ഒരു ദിവസം ഞാൻ വന്ന സമയത്ത് അവർ 2 പേരും ഉറങ്ങുകയാണ്. ഞാൻ വൈകിയാണ് എത്തിയത്. അവർ 2 പേരും ഉറങ്ങുകയാണ്. അങ്ങനെ ആ പാൽപാത്രം കയ്യിൽ പിടിച്ച് അവർ ഉറങ്ങുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഹത്താ ബറഖൽ ഫജ്ർ, പ്രഭാതം വരെ. രാത്രി വൈകിയെത്തിയ അയാൾ തൻ്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ, അഥവാ പ്രഭാതം വരെ കാത്തിരുന്നു. ഫസ്തൈഖള ഫശരിബ ഉബൂഖഹുമ, അവർ 2 പേരും കുടിച്ചു. അദ്ദേഹം പറയാം, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിത്തിആ വജ്ഹിക്. അല്ലാഹുവേ, ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ പാറക്കൽ അല്പം അനങ്ങി. പിന്നെ വേറെ 2 ആളുകൾ അവരുടെ വിഷയങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ, ദുനിയാവിലെയും പരലോകത്തെയും പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ അതിന് പല വഴികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന യഥാർത്ഥ സദ്വൃത്തരായ സന്താനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ ചെറുകുന്ന് സ്വദേശി തച്ചഞ്ചേരി കുഞ്ഞഹമ്മദ് കാക്ക എന്നവർ, അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുള്ള കബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.